Hello, good morning, all. Welcome to today's session. So, today we are moving to a new topic that is permeability of soil. Permeability എന്ന് പറയുന്നത് എന്താണ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പെർമിബിലിറ്റി എന്ന് പറയുന്നത് സോയിലിൽ കൂടെ വെള്ളത്തിനെ പെർമിറ്റ് ചെയ്യുന്ന അല്ലെ ദ ദ എബിലിറ്റി ഓഫ് സോയിൽ വിച്ച് അലൗസ് വാട്ടർ പാർട്ടിക്കിൾ ടു പാസ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് പെർമിബിലിറ്റി ഓഫ് സോയിൽ. അതായത് സോയിലിൽ കൂടെ വെള്ളത്തിനെ കടത്തിവിടാനുള്ള സോയിലിൻ്റെ എബിലിറ്റിയാണ് പെർമിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എത്ര എളുപ്പത്തിലാണ് വെള്ളം സോയിലിൽ കൂടെ പാസ്സാവുന്നതിനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് ആ ഒരു വേർഡിനെ പറ്റി നമ്മൾ പറയുന്നത്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് സോയിൽ, മെയിൻലി പെർമിയബിൾ സോയിൽ ആൻഡ് ഇംപെർമിയബിൾ സോയിൽ. അപ്പോൾ പെർമിയബിൾ സോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോയിൽ പെർമിറ്റ്സ് ദ വാട്ടർ ടു ഫ്ലോ ത്രൂ ഇറ്റ്. ആൻഡ് ഇംപെർമിയബിൾ എന്ന് പറയുമ്പോൾ സോയിൽ ഡസ് നോട്ട് പെർമിറ്റ് ദ വാട്ടർ ടു ഫ്ലോ ത്രൂ ഇറ്റ്. അപ്പോൾ അത് രണ്ട് ക്ലിയർ ആയി. അപ്പോൾ എന്താണ് പെർമിയബിലിറ്റി, എന്താണ് പെർമിയബിൾ സോയിൽ, എന്താണ് ഇംപെർമിയബിൾ സോയിൽ എന്നത് ക്ലിയർ ആയി. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്? നിങ്ങൾ ഗ്രേഡിയൻ്റ് എന്നൊക്കെ കേട്ടുണ്ടോ? ചിലപ്പോൾ കേട്ട് കാണും, ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കും. ട്രാൻസ്പോർട്ടേഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് എന്താണെന്ന് അറിയായിരിക്കും. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്നാണ്. അതായത് ഒരു കയറ്റം ഉണ്ടെങ്കിൽ അതിനെ അപ്പ് ഗ്രേഡിയൻ്റ് എന്നും താഴോട്ടാണെങ്കിൽ അതിനെ ഡൗൺ ഗ്രേഡിയൻ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഒരു കയറ്റം ഇറക്കത്തിനെയൊക്കെയാണ് അല്ലെങ്കിൽ സ്ലോപ്പിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് വാട്ടർ ഓൾസോ ദർ ഈസ് സം ഗ്രേഡിയൻറ്റ് നോൺ ആസ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിലേ വെള്ളം ഒഴുകത്തുള്ളൂ. അതായത് ഇപ്പം ഒരു ലെവൽ വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ വാട്ടർ ഫ്ലോ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ലെവൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ വെള്ളം ഒഴുകത്തില്ലല്ലോ. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. സോ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹെഡ് ടു ലെങ്ത്. ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഹെഡും എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സോയിൽ സാമ്പിളും ആയിരിക്കും. അതായത് ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനെയാണ് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പിനെ നമുക്ക് ഐ എന്ന് പറയാം. ഐ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. ഈ ലൈനിൻ്റെ സ്ലോപ്പിനെ, ഇതിപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ആണെങ്കിൽ ആ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന് ഒരു സ്ലാൻഡിങ് അല്ലെങ്കിൽ ആ സ്ലോപ്പ് ഉണ്ടല്ലോ. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് H/L ആയിരിക്കും. വേർ വൈ ആക്സിസിലുള്ളത് ഹെഡും എക്സ് ആക്സിലുള്ളത് ലെങ്ത് ഓഫ് ദ സോയിൽ സ്പെസിമെനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹെഡ് ബൈ ലെങ്ത് ആയിരിക്കും slope. Slope is itself gradient, that is hydraulic gradient. So we'll go to the next slide. Darcy's law. എന്താണ് Darcy's law? Darcy's law states that velocity of flow through soil is proportional to the hydraulic gradient. അപ്പം വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്, സോയിലിൽ കൂടെയുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഡാർസീസ് ലോയിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അല്ലെ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ സോയിൽ ഈസ് ഗവേൺ ബൈ ഡാർസീസ് ലോ. ഡാർസീസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് മാത്രം പഠിക്കുക. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് സുഖമായിട്ട് പഠിക്കാം. വെലോസിറ്റി ഓഫ് ഫ്ലോ, അതായത് വെള്ളം ഒഴുകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഐ. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഇടേണ്ട ആവശ്യമുണ്ട്. വി ഈസ് ഈക്വൽ ടു കെ ഐ, വേർ കെ ഈസ് ദ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കെ എന്തായിരിക്കും? കെ എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. ഓക്കെ, നമ്മൾ പെർമിബിലിറ്റി എന്താണെന്ന് പഠിച്ചു. ആ പെർമിബിലിറ്റിയാണ് നമ്മൾ കെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഇക്വേഷൻ ഈസ് അക്കോർഡിംഗ് ടു ഡാർസി ലോ വി ഈസ് ഈക്വൽ ടു കെ ഐ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. വി ഈസ് ഈക്വൽ ടു കെ ഐ. ഇങ്ങനെയാണ് നമ്മൾ പെർമിബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് പെർമിബിലിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ലോ എന്ന് പറയുന്നത് ഡാർസീസ് ലോയാണ്. അതിൽ നിന്നാണ് പെർമിബിലിറ്റി എന്ന ഡെഫിനിഷൻ വരുന്നത്. സോ കെ ഈസ് സിംപ്ലി നോൺ ആസ് പെർമിബിലിറ്റി ഓർ ഇറ്റ് ക്യാൻ ബി കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി എന്ന് പറഞ്ഞാലും തെറ്റില്ല, പെർമിബിലിറ്റി എന്ന് പറഞ്ഞാലും തെറ്റില്ല. യൂണിറ്റ് ശ്രദ്ധിക്കുക, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ഓർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഓർ മില്ലിമീറ്റർ പെർ സെക്കൻഡ്, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സിമിലർലി
പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ കെയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമ്മൾ യൂഷ്വലി സോയിലിനകത്തെ വെലോസിറ്റി ഓഫ് ഫ്ലോയെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് പറയുന്നത്. കാരണം ഒരുപാട് സ്പീഡിൽ അത് മൂവ് ചെയ്യത്തില്ല. 1 സെൻറ്റിമീറ്ററൊക്കെ മൂവ് ചെയ്യത്തുള്ളൂ. നമ്മൾ വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് കിലോമീറ്റർ പെർ ഹവർ ആണ് പറയാറ്. എന്തുകൊണ്ടാണ്? അതിനെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് കിലോമീറ്റർ പെർ ഹവറിലാണ്. അതുപോലെ തന്നെ സോയിലിനകത്തൂടെ വെള്ളം ഒഴുകുമ്പോൾ ഒരു മിനിറ്റിൽ, 1 സെക്കൻഡിൽ 1 സെൻറ്റിമീറ്ററൊക്കെ മൂവ്, അല്ല 5 സെൻറ്റിമീറ്ററൊക്കെ മൂവ് ചെയ്യത്തുള്ളൂ. സോ അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റിയെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിലിടണം, മീറ്റർ പെർ സെക്കൻഡിലിടണം. സെയിം യൂണിറ്റ് കെയ്ക്ക് വരും. കാരണം എന്താ? ഐ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. കാരണം H/L ആണ് ഹൈ. H എന്ന് പറയുന്നത് മീറ്ററിലാണ്, ലെങ്തും മീറ്ററിലാണ്. ഓക്കെ, ദ ഡിസ്ചാർജ് ഓഫ് ഫ്ലോ ഇസ് ഗിവൺ ബൈ Q = VA. നമുക്കറിയാമല്ലോ എന്താണ് Q. എന്താണ് Q എന്ന് പറയുന്നത് എന്താ? ഡിസ്ചാർജ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. Q എന്ന് പറയുന്നത് ഡിസ്ചാർജാണ്. ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ ഡിസ്ചാർജ് കിട്ടും. ഏരിയ ഓഫ് ദ സോയിൽ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സോയിൽ ഇൻറ്റു വെലോസിറ്റി ചെയ്യുമ്പോൾ Q കിട്ടും. നമ്മളിവിടെ Qയെ സ്മോൾ q എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഡാർസീസ് ലോ വെച്ച് നമുക്ക് എന്ത് കിട്ടി? KI എന്ന് കിട്ടി. ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ഏരിയ. അപ്പോൾ Q = KIA. ഡൗട്ടില്ലല്ലോ. നെക്സ്റ്റ്, ദ വാലിഡിറ്റി ഓഫ് ഡാർസീസ് ലോ. ഡാർസീസ് ലോ ഇസ് വാലിഡ് ഇഫ് ദ ഫ്ലോ ത്രൂ ദ സോയിൽ ഈസ് ലാമിനാർ. എന്തുകൊണ്ടാണ്? അപ്പം സോയിലിൽ കൂടെയുള്ള ഫ്ലോ എപ്പോഴും എന്തായിരിക്കും? ടെർബുലൻ്റ് ആയിരിക്കത്തില്ല, ലാമിനാർ ആയിരിക്കും. ഒരിക്കലും ഒരുപാട് ടെർബുലൻസ് സോയിലിനകത്തുള്ള വെള്ളത്തിന് ഫ്ലോയിൽ വരില്ല. സോ ഡാർസീസ് ലോ ഈസ് വാലിഡ് ഇഫ് ദ ഫ്ലോ ത്രൂ സോയിൽ ഈസ് ലാമിനാർ. അപ്പോൾ ആ ലാമിനാർ കണ്ടീഷൻ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ ഫ്ലോ ത്രൂ ദ സോയിൽ ഈസ് ലാമിനാർ ഇഫ് ദ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ സോയിലിനകത്തെ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് വാലിഡിറ്റി ഓഫ് ഡാർസീസ് ലോ എന്ന് പറയുന്നത്. ഒന്ന്, ദ ഫ്ലോ ഷുഡ് ബി ലാമിനാർ ആൻഡ് ദ റെയ്നോൾഡ്സ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അത് രണ്ടും. ഇനി പല സോയിലിൽ കൂടെ പോകുമ്പോൾ പെർമിയബിലിറ്റി പല സോയിലിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഗ്രാവലായിട്ടുള്ള വലിയ സോയിൽ, വലിയ സൈസുള്ള സോയിലാണല്ലോ ഗ്രാവലിൽ കൂടെ വെള്ളം എങ്ങനെ ഒഴുകും? വളരെ സ്പീഡിൽ ഒഴുകും, അല്ലേ? പെർമിയബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും, അല്ലേ? അതെ. ഇനി ക്ലേ പോലത്തെ ഭയങ്കര ഫൈൻ ഗ്രൈൻഡ് ആയിട്ടുള്ള സോയിലാണെങ്കിലോ, ഭയങ്കര ഫൈനായിട്ടുള്ള സോയിലാണെങ്കിൽ വെള്ളം ഒഴുകുമോ? ഇതിനിടയ്ക്ക് വോയിഡ്സ് ഉണ്ടോ? ഇല്ല, വെള്ളം ഒഴുകത്തില്ല, വളരെ സ്ലോയിലായിരിക്കും ഒഴുകുന്നത്. സോ ക്ലേയ്ക്ക് എന്തായിരിക്കും? പെർമിയബിലിറ്റി കുറവായിരിക്കും. എബിലിറ്റി ഓഫ് വാട്ടർ ടു ഫ്ലോ ത്രൂ സോയിൽ ഈസ് സ്മോൾ ആയിരിക്കും. വൈൽ ഇൻ ദ കേസ് ഓഫ് ഗ്രാവൽ ഇറ്റ് ഈസ് ഹൈ. ഗ്രാവലിൽ ഏറ്റവും കൂടുതലായിരിക്കും, സാൻഡി കുറച്ചും കൂടെ കുറയും, സിൽറ്റി വീണ്ടും കുറയും, ക്ലേയിൽ ഏറ്റവും കുറവായിരിക്കും. സോ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി അല്ലെ പെർമിയബിലിറ്റി K എന്ന് പറയുന്നത് ഗ്രാവലിൽ 10 തൊട്ട് 100 വരെ ആയിരിക്കും. സാൻഡിൽ 10 to 10⁻³ ആണ്. സിൽറ്റിൽ 10⁻³ to 10⁻5 ആണ്. ക്ലേയിൽ 10⁻6 കാട്ടി കുറവാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മെയിനായിട്ട് ഡാർസീസ് ലോ മെയിനായിട്ട് പഠിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഈ ടേബിൾ. യൂണിറ്റ് ശ്രദ്ധിക്കണം, സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ് പറയുന്നത്. 2 ടെസ്റ്റ് ഉണ്ട്. നമ്മളിത് നിങ്ങളുടെ GT ലാബിൽ ചെയ്യുന്ന 2 ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റും, രണ്ടാമത്തേത് ഒന്ന് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മറ്റേത് എന്തായിരിക്കും? വേരിയബിൾ. സോ വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇത് 2 കേസുകളിലായിട്ടാണ് ചെയ്യുന്നത്. ആ കേസസ് ഏതൊക്കെയാണെന്ന് പറയാം. കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ഫോർ റിലേറ്റീവ്ലി മോർ പെർമിയബിൾ സോയിലിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ കോൺസ്റ്റൻറ്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്
കെയുടെ വാല്യൂ 10⁻²) mm/s കൂടുതലായിട്ടുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ ചെയ്യാറുണ്ട്. അതായത് സാൻഡിനും ഗ്രാവലിനുമാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഒരു വഴിയുണ്ട്. കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ സി ആണല്ലോ സ്റ്റാർട്ടിങ്. സോ കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അത് ഏതൊക്കെയാണ്? സാൻഡും ഗ്രാവലും. ഓക്കെ, ഈ വേയിൽ ഇത് ഓർത്തിരിക്കുക. ഇതും സി ആണ്, ഇതും സി ആണ്. ഓക്കെ, അപ്പം കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ സോയിലിനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റാണ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. വൈൽ വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ക്യാൻ ബി യൂസ് ഫോർ ഫൈൻ ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ്. ഓക്കെ, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ പെർമിയബിലിറ്റി അളക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് തന്നെ പെർമിയാമീറ്റർ എന്നായിരിക്കും. പെർമിയാമീറ്റർ പിന്നെ മോൾഡ് കാണും, അതായത് ഈ സോയിൽ എടുക്കാൻ വേണ്ടി ഒരു മോൾഡ് കാണും. 100 mm ഡയമീറ്ററും 127.3 mm ഹൈറ്റും ഉള്ള ഒരു മോൾഡ്. 1000 ml കപ്പാസിറ്റി ഉണ്ട്. കോളറുണ്ട്, അതായത് അതിൻ്റെ ഇങ്ങനെ ഒരു ഇത്രയും ഡയമീറ്റർ തന്നെ ഒരു കോളർ കാണും. കോൺസ്റ്റന്റ് ഹെഡ് വെലോസിറ്റി, കോൺസ്റ്റന്റ് ഹെഡ് ഫ്ലോ ടാങ്കും ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ ഫിഗർ കണ്ടില്ല. അപ്പോൾ നിങ്ങളിതിൻ്റെ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫിഗറിലോട്ട് പോവാം. സോ ദിസ് ഈസ് ദ ഫിഗർ ഫോർ ദ കോൺസ്റ്റന്റ് ഹെഡ് പെർമിയോമീറ്റർ. സോ ഈ സിലിണ്ടർ ആയിട്ട് കാണുന്നതാണ് പെർമിയോമീറ്റർ, അല്ലെങ്കിൽ ആ സിലിണ്ടർ എന്ന് പറയുന്നത്, മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും, ആ സിലിണ്ടറിക്കൽ പോർഷൻ്റെ രണ്ട് സൈഡിലും പോറസ് ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഈ വാട്ടറിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിഞ്ഞിരിക്കാനും ഒക്കെ വേണ്ടിയാണ് ആ പോറസ് ഡിസ്ക് ഉള്ളത്. അതിനകത്താണ് സാമ്പിൾ എടുത്തേക്കുന്നത്. സാമ്പിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ്, റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലൊരു വാട്ടർ സപ്ലൈ ഉണ്ട്, റിസർവോയർ ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയർ എന്നാണ് പറയുന്നത്. അതിൽ ടാപ്പിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട്. മുകളിൽ നോക്കിയാൽ കാണാം, അത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും മുകളിൽ. അതിൽ കൂടാണ് വെള്ളം നിറയ്ക്കുന്നത്. അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സിലിണ്ടറിലോട്ടാണ്. അതിൽ കൂടെ വെള്ളം നിറഞ്ഞ് ഈ സിലിണ്ടറിലോട്ട് വരും. എന്നിട്ട് ഈ സിലിണ്ടറിൽ താഴെ ഒരു പൈപ്പ് ഉണ്ട്, ഔട്ട്ലെറ്റ് പൈപ്പ്. അതിൽ കൂടെ താഴെ ഒരു കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ ഉണ്ട്, അതിലോട്ട് വെള്ളം ഔട്ട്ലെറ്റ് വഴി നിറയും. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം ഇതേ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും, ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ സോയിലിനകത്തു നിന്ന് വെള്ളം ട്രാൻസ്ഫർ ആയി താഴെ കൂടെ ഔട്ട്ലെറ്റിൽ കൂടെ കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം മുകളിൽ കൂടെ വെള്ളം ഒഴിക്കുന്നു, താഴെ കൂടെ വരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ സോയിലെല്ലാം നന്നായിട്ട് സാച്ചുറേറ്റഡ് ആവും. ആദ്യം ഔട്ട്ലെറ്റിൽ കൂടെ വെള്ളം വരത്തില്ല, കാരണം ഈ സോയിലിനിടയ്ക്കത്തെ പോർസ് എല്ലാം വാട്ടർ കൊണ്ട് നിറയണം. കുറച്ച് സമയം എടുക്കും. സോ അതൊരു സ്റ്റേബിൾ ആവാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് കഴിയുമ്പോൾ മുകളിൽ കൂടെ ഉള്ള വെള്ളത്തിൻ്റെയും താഴെ കൂടെ ഉള്ള വെള്ളത്തിൻ്റെയും അളവ് ഏകദേശം സെയിം ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആവുന്ന സമയത്ത് ഈ കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ നിറയും. ഓക്കെ, കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു ഗ്രാജുവേറ്റഡ് ജാർ കണ്ടു, കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ, അതായത് താഴെയുള്ള ആ ചേംബറിൻ്റെ സൈഡിൽ ഒരു ചെറിയ സിലിണ്ടർ കണ്ടു, ഗ്രാജുവേറ്റഡ് ജാർ. ആ ജാറിലോട്ട് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം കുറച്ച് പീരീഡിലേക്ക്, ഇത്ര ടൈമിൽ എത്ര വെള്ളം വരുന്നു എന്നുള്ളത് നമ്മൾ സമയമെടുക്കും. ചിലപ്പോൾ ഒരു മിനിറ്റിൽ ഇത് എത്ര നിറയുന്നു, അല്ലെ ഇത് ഇത്ര നിറഞ്ഞു എത്ര മിനിറ്റ് കൊണ്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യും. കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് മുകളിലുള്ള കോൺസ്റ്റന്റ് ഹെഡ് റിസർവോയറിൻ്റെ ടോപ്പ് ലെവലും താഴെയുള്ള കോൺസ്റ്റന്റ് ഹെഡ് ചേംബറിൻ്റെ ടോപ്പ് ലെവലും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് H ആണ്, സ്മോൾ h. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സോയിൽ സ്പെസിമെൻ്റെ ലെങ്ത് ക്യാപിറ്റൽ L ഉണ്ട്. അപ്പോൾ നമുക്ക് സ്മോൾ h ബൈ ക്യാപിറ്റൽ L വിൽ ഗീവ് യു ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്, സ്മോൾ i. ഓക്കെ, അപ്പോൾ അത് ഇതിൽ നിന്ന് കിട്ടും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. എയർ റിലീസ് വാൽവ് ഒക്കെ ഉണ്ട്. അത് ഇതിനകത്ത് ഈ വെള്ളം വരുന്ന സമയത്ത് ബ്ലോക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ എയർ റിലീസ് വാൽവ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ 2 പൈപ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിലോട്ട്. അതെന്ന് പറയുന്നത് ഈ സാമ്പിളിനകത്ത് ബ്ലോക്കേജ്, അതുപോലുള്ള ഈ നടുക്ക് എന്ന് വെച്ചാൽ സോയിലിൻ്റെ നടുക്കായിട്ട് വരുന്ന പോർഷനിൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്.
അപ്പോൾ അവിടുത്തെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സ്മോൾ എച്ച് ഡാഷും ക്യാപിറ്റൽ എൽ ഡാഷും ഒക്കെ ഉള്ളത്. അത് നിങ്ങൾ അറിയണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ പ്രോസസ്സ് മാത്രം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അധികം ഒന്നും എക്സാമിന് എഴുതണ്ട. ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ആ ഫിഗർ, ആ പ്രൊസീജിയർ ഒന്നും കൂടി നോക്കാം. ലെറ്റ്സ് റീഡ് ദിസ്. ദ സോയിൽ സാമ്പിൾ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ മോൾഡ് ബിറ്റ്വീൻ ടു പോറസ് സ്റ്റോൺസ്. The soil specimen is saturated by allowing water to flow through the soil. The head in the constant head tank is kept constant. ആണല്ലോ, രണ്ട് കോൺസ്റ്റന്റ് ഹെഡ് ടാങ്ക് മാത്രമല്ല താഴത്തെ ചേമ്പറിലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. The constant head tank is connected to the permeameter and water is allowed to flow through the soil. ഓക്കെ ആണല്ലോ. വാട്ടർ ആഫ്റ്റർ flowing through the soil drain out through the outlet. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ചെറിയ പ്രൊസീജിയറാണ്. ഞാൻ പറഞ്ഞത് ഒത്തിരി നന്നായിട്ട് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ബ്രീഫാണ്. വാട്ടർ ത്രൂ ഔട്ട്ലെറ്റ് ഈസ് കളക്റ്റഡ് ഇൻ എ ഗ്രാജുവേറ്റഡ് ജാർ ഫോർ എ സ്പെസിഫിക് ടൈം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം നമ്മൾ കാൽക്കുലേഷൻസിലോട്ട് വരികയാണ്. ഏരിയ ഓഫ് ദ സോയിൽ സാമ്പിൾ എന്തായിരിക്കും? ഏരിയ, ഇത് സിലിണ്ടറാണ്. സോയിൽ സിലിണ്ടറിൻ്റെ ഏരിയ എത്ര വരും? 5/4 d² ആണല്ലോ. ഡയമീറ്റർ ഓഫ് ദ മോൾഡ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദ സോയിൽ സാമ്പിൾ കിട്ടി. അതാണ് എ, ക്യാപിറ്റൽ എ. ഓക്കെ, ഇനിയും നമ്മുടെ ഡാർസീസ് ലോയുടെ കിട്ടിയ ഡിസ്ചാർജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q = KIA ആണ്. ഐ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു നേരത്തെ, സ്മോൾ എച്ച് ബൈ ക്യാപിറ്റൽ എൽ ആണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Q = KHA/L എന്ന് വരുമല്ലോ, KHA/L. ഇതിൽ നിന്നും നമുക്ക് വേണ്ടത് എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? കോൺസ്റ്റന്റ് ഹെഡ് പെർമിയാമീറ്റർ. അതായത് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയാമീറ്റർ എന്ന് പറയുന്നത് പെർമിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ്. സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് K ആണ്. സോ K = QL/AH എന്ന് കിട്ടും. QL/AH എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? K is the coefficient of permeability, Q is the discharge, L is the length of the specimen അല്ലെ soil specimen, A is the area of the cross section of the soil specimen, H is the head causing the flow, പോലെ ഡിഫറൻസ് ഇൻ ഹെഡ്. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടി യൂസിങ് കോൺസ്റ്റന്റ് ഹെഡ് പെർമിയോമീറ്റർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഇനി സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. വാട്ട് ഈസ് ദ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്? ഇറ്റ് ഈസ് ദ വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ്. ഇത് മറ്റേത് നമ്മൾ 10⁻² mm/s കാട്ടി കൂടുതൽ പെർമിബിലിറ്റി ഉള്ള ഗ്രാവലിനും സാൻഡിനും മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്ന് പറയുന്നത് ക്ലേയ്ക്കും സിൽറ്റിനുമാണ് യൂസ് ചെയ്യുന്നത്. റിലേറ്റീവ്ലി ലെസ് പെർമിയബിൾ ആയിട്ടുള്ള സോയിൽസിലാണ് നമ്മൾ വേരിയബിൾ ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? മറ്റേതിനകത്തെ തന്നെ സെയിം ഇൻസ്ട്രുമെൻ്റ് ആണ്. പെർമിമീറ്റർ ഉണ്ട്, മോൾഡ് ഉണ്ട്, കോളർ ഉണ്ട്, ഗ്രാജുവേറ്റഡ് വെർട്ടിക്കൽ സ്റ്റാൻഡ് പൈപ്പ് ഉണ്ട്. ഇപ്പം മറ്റിടത്തില്ലാത്ത ഒരു സാധനം ഉണ്ട് ഇവിടെ, ഗ്രാജുവേറ്റഡ് വെർട്ടിക്കൽ സ്റ്റാൻഡ് പൈപ്പ്. ഓക്കെ, so let's go through the procedure first. The soil sample is placed inside the mold between two porous stones. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് ഹെഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഹെഡ് മാത്രമല്ലേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ ഇവിടെ H1 H2 ഉണ്ട്, അതിന് ഇനിഷ്യൽ ഹെഡും ഫൈനൽ ഹെഡും ഉണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റേതിനകത്ത് വലിയ പാർട്ടിക്കിൾസ് ആയിരുന്നപ്പോൾ വെള്ളം അതിനകത്തൂടെ പെട്ടെന്ന് പോകുമായിരുന്നു, ഫ്ലോ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പുറത്തും താഴെ മുകളിലും കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ സമയത്ത് തന്നെ നമുക്ക് വെള്ളം ആ ഗ്രാജുവേറ്റഡ് സിലിണ്ടറിനകത്ത് എടുത്തിട്ട് നമുക്ക് ഇത്ര ടൈമിൽ ഇത്രയും വെള്ളം പെട്ടെന്ന് ഫ്ലോ ചെയ്യും. കാരണം വലിയ പാർട്ടിക്കിൾസ് ആണല്ലോ. അപ്പോൾ അത് നമുക്ക് ഗ്രാജുവേറ്റഡ് സിലിണ്ടറിൽ ഇത്ര മിനിറ്റിൽ 1 മിനിറ്റിൽ ഇത്ര ml അത് നമുക്ക് അളന്നെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ for fine grained soil we cannot do that because the soil particles are very very small and the voids are very 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 small. So the water cannot flow through such soils. സോ ഇത്ര ടൈമിനകത്ത് ഇത്ര ഹെഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഔട്ട്ലെറ്റിൽ കൂടെ ഒരുപാട് വെള്ളം വരത്തുമില്ല. അപ്പോൾ അതൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ സിലിണ്ടറിനകത്ത് നമുക്ക് വെള്ളം കിട്ടത്തേ ഇല്ല, അത്രയ്ക്ക് സ്ലോ ആയിട്ടേ വെള്ളം വരത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റാൻഡ് പൈപ്പിനകത്ത്, അതായത് ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിനകത്ത് ഇനീഷ്യൽ ഹെഡുണ്ട്. അപ്പോൾ ഒരു 10 ml മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 ml നിന്ന് അത് ഒരു 9 ml ആവുന്ന വരെയുള്ള ടൈം നമ്മൾ നോട്ട് ചെയ്യും.
അത് ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് H1ഉം താഴത്തെ ഹെഡ് എന്ന് പറയുന്നത് H2 ആയിട്ട് എടുക്കും. ഇതാണ് ശരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വായിക്കാം. ദ സോയിൽ സ്പെസിമെൻ ഈസ് സാച്ചുറേറ്റഡ് ബൈ അലോയിങ് വാട്ടർ ടു ഫ്ലോ ത്രൂ ദ സോയിൽ. അതായത് നമ്മൾ സ്പെസിമെൻ മൊത്തം ആദ്യം ഒന്ന് സാച്ചുറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡ് പൈപ്പ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് കണക്റ്റഡ് ടു ദ പെർമിയോമീറ്റർ. ഓക്കെ, വാട്ടർ ഇൻ ദ സ്റ്റാൻഡ് പൈപ്പ് ഈസ് അലൗഡ് ടു ഫ്ലോ ത്രൂ ദ സാമ്പിൾ. Water is in the pipe is allowed to flow through the sample. As the water flows through the soil, the water level in the stand pipe falls. അതായത് വാട്ടർ അതിനകത്തുനിന്ന് ഒഴുകുമ്പോൾ പെർമിയോമീറ്ററിനകത്തുനിന്ന് വെള്ളം ഒഴുകുന്ന സമയത്ത് സ്റ്റാൻഡ് പൈപ്പിനകത്തെടുത്ത വെള്ളം അതിൽ കൂടാതെ ഒഴുകുന്നത്. സോ അത് താഴും, മുകളിലുള്ള ലെവലിൽ നിന്ന് താഴോട്ട് വരും. ദ ടൈം റിക്വയർഡ് ഫോർ ദ വാട്ടർ ലെവൽ ടു ഫോൾ ഫ്രം എ നോൺ ഇനിഷ്യൽ ഹെഡ് ടു എ നോൺ ഫൈനൽ ഹെഡ് ഈസ് ഡിറ്റർമൈൻഡ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ആ ഫിഗർ കാണാം. സോ ദിസ് ഈസ് ദ ഫിഗർ ഷോയിങ് ദ വേരിയബിൾ ഹെഡ് പെർമിയോമീറ്റർ. കാണാൻ നമുക്ക് മുകളിലായിട്ടൊരു സ്റ്റാൻഡ് പൈപ്പ് ഉണ്ട്, ഒരു പൈപ്പ് ഉണ്ട്. കാരണം ഇവിടെ റിസർവോയർ ഒന്നുമില്ല, ഒരു പൈപ്പേ ഉള്ളൂ. കാരണം റിസർവോയറിനകത്ത് അത്രയും വെള്ളം മെയിൻറ്റെയിൻ ചെയ്താൽ പോലും ഇതിനകത്തുനിന്ന് ഈ സോയിലിനകത്തുനിന്ന് വെള്ളം താഴോട്ട് വരത്തില്ല. സോ നമ്മളൊരു ചെറിയ പൈപ്പിനകത്തെ ആ ചെറിയ ക്രോസ് സെക്ഷനിൽ ഉണ്ടാകുന്ന ആ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് DH ആണെങ്കിൽ DH, അല്ലെങ്കിൽ H1 to H2 ആ മൂവ് ചെയ്യുന്നെങ്കിൽ അത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡ് കണ്ടില്ലേ, H1 ഉണ്ട്, H ഉണ്ട്, H2 ഉണ്ട്, ഒരുപാട് ഹെഡ് കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ L സ്പെസിമെൻ്റെ ലെങ്ത്, താഴെ ഒരു കോൺസ്റ്റന്റ് ഹെഡ് ചേംബർ. ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, സോ ദീസ് ആർ ദ കാൽക്കുലേഷൻസ്. സത്യം പറഞ്ഞാൽ ഇവിടെ കാൽക്കുലേഷൻ ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ജസ്റ്റ് ഫൈനൽ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. K is equal to 2.303 AL/AT into log H1/H2. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇതെങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാപിറ്റൽ A ഉണ്ട്. ക്യാപിറ്റൽ A എന്താണ്? ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സോയിൽ സാമ്പിൾ. സോയിൽ സ്പെസിമെൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. T എന്ന് പറയുന്നതാണ് H1 to H2 ഹെഡ് മൂവ് ചെയ്യാൻ വേണ്ടി, ആ വെള്ളം താഴോട്ട് ലെവല് ഡ്രോ ഡൗൺ ആയ സമയത്ത് എത്ര സമയത്താണ് H1 നിന്ന് H2 മാറിയെന്നുള്ളതാണ് ആ സ്മോൾ t എന്ന് കാണിക്കുന്നത്. ഈ സ്മോൾ a എന്താണ്? സ്മോൾ a എന്ന് പറയുന്നത് ആ സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഏരിയ ആണ്. സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ ആണ് സ്മോൾ a. ക്യാപിറ്റൽ A സ്പെസിമെൻ്റെ ലെങ്ത്, K എന്ന് പറയുന്നത് പെർമിബിലിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഈ 2.303 എന്ന് പറയുന്നത് ഈ ബേസ് ലോഗ് 10 ആക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ ലോഗ് ഇയിലാണ് അല്ലെ നാച്ചുറൽ ലോഗിലാണ് നമുക്ക് കിട്ടുന്നത്. അത് 10-ലാക്കുമ്പോൾ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഈ 2.303 വന്നത്. ഇപ്പോൾ ഈ ഇക്വേഷനിലോട്ട് എങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇൻ്റഗ്രേഷൻ വഴിയാണ് ഇതിലോട്ട് എത്തിയത്. കാരണം ഇവിടെ നമ്മൾ DH ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നല്ലോ, ആ ഫിഗറിൽ കണ്ടില്ലായിരുന്നു. അപ്പോൾ DH എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സോ നമുക്കതെങ്ങനെ വന്നെന്ന് പറയാം. ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങാനും എക്സാമിന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് സ്മോൾ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? DH/dt എന്ന് എഴുതാമല്ലോ. ഇവിടെ ഈ ഹെഡ് താഴുന്നത് കൊണ്ട് നമുക്കൊരു മൈനസ് ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സോ -A ഇൻറ്റു DH/dt ആണ്. നമുക്ക് ഈ DHനെ DTയും രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോകാം. അതിനു മുമ്പ് Qനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഡാർസീസ് ലോ V is equal to KI ആണ്. Q is equal to KIA ആണ്, അല്ലേ? KI ആണ്. സോ KI ഇൻറ്റു A എന്ന് എഴുതാൻ പറ്റും. is equal to -A ഇൻറ്റു DH/dt എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ DHനെ അപ്പുറത്തിട്ടിട്ട് DHനെ മാത്രം ഒരു സൈഡിൽ ഇട്ടിട്ട് ബാക്കി എല്ലാത്തിനെയും ഒരു സൈഡിലോട്ട് കൊണ്ടുപോവാണ്. സോ നമുക്ക് അതിന് മുമ്പ് ഈ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് നമുക്ക് എങ്ങനെ എഴുതാം? KIA ആണല്ലോ, ഐക്ക് വരും H/L ഇൻറ്റു A is equal to -A ഇൻറ്റു DH/dt എന്ന് എഴുതാമല്ലോ. ഇതിനകത്ത് നമ്മൾ ഈ DHനെ Hനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുന്നു. സോ -DH/H is equal to KA by ഇങ്ങനെ എഴുതാമല്ലോ.
കെ എ ബൈ സ്മോൾ എ എൽ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? എ കെ ബൈ ക്യാപിറ്റൽ എ ബൈ എ എൽ ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി എച്ച് ബൈ എച്ച്. ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം ഇതെല്ലാം കോൺസ്റ്റൻ്റ്. എ കെ ബൈ എ എൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഡി ടി എവിടെ നിന്ന് തൊട്ട് T1 ടു T2 ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എച്ച് ബൈ എച്ച് എവിടെ നിന്ന് തൊട്ടാ H1 ടു H2 ആണല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ കെ ഡിവൈഡ് ബൈ എ എൽ ഇൻറ്റു T2 മൈനസ് T1 ഈക്വൽ ടു, ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്, ലോഗ് H1 ബൈ H2 എന്ന് കിട്ടും. ഓക്കെ, അത് ഇൻ്റഗ്രൽ ഡി എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ലോഗ് എച്ച് ആണ്. H2 ടു H1 ആയതുകൊണ്ട് ലോഗ് H2 മൈനസ് ലോഗ് H1 എന്ന് വരും. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആയതുകൊണ്ട് ലോഗ് H1 മൈനസ് ലോഗ് H2 എന്ന് പറയുന്നത് ലോഗ് H1 ബൈ H2 എന്നായി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ? സ്മോൾ കെ ആണ്. സ്മോൾ കെ മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? എൽ ബൈ എ T2 മൈനസ് T1 ടി എന്ന് കിട്ടാൽ മതി. ടി ഇൻറ്റു ലോഗ് ഇ H1 ബൈ H2 കിട്ടിയല്ലോ. ഇത് തന്നെയാണ് നമ്മുടെ വേരിയബിൾ ഹെഡ് പെർമിയബിലിറ്റിയുടെ ലാസ്റ്റ് ഇക്വേഷൻ. ഇതിനെ കണ്ടില്ല, ഇവിടെ ഇ ആണ് വന്നിരിക്കുന്നത്. ഈ ഇയെ മാറ്റാൻ വേണ്ടിയാണ് ഇൻറ്റു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. സി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്യൂയിൽ നിന്നാണ് നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. ക്യൂ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സ്മോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഈ വെലോസിറ്റിക്ക് വരെ നമുക്ക് ഇത് ഡി എച്ച് ബൈ ഡി ടി എന്നിടാം. പിന്നെ ഇവിടെ ഒരു മൈനസ് ഇടുക, ഡിസ്ചാർജ്, കാരണം ഹെഡ് കുറയുന്നത് കൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് ഇതിനെ രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോയി ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. ഡി എച്ച് ബൈ എച്ച് എന്ന് പറയുന്നത് ലോഗ് എച്ച് ആണ്. അതുപോലെ തന്നെ ടി ഡി ടി എന്ന് വരുവാണെങ്കിൽ വെറും ഡി ടി ആയതുകൊണ്ട് അതിനെ ടി എന്നും വിളിക്കാം. ഓക്കെ, ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുന്നത് ടി ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഇൻ്റഗ്രേഷൻ ആണ് ചെയ്തത്. ഇൻ്റഗ്രൽ ഡി എച്ച് ബൈ എച്ചും ഇൻ്റഗ്രൽ ഡി ടിയും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതോടുകൂടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ പഠിക്കാം.